ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വനിതാ നേതാവാണ് ശോഭന ജോർജ്. കോൺഗ്രസിൽ ഗ്രൂപ്പ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന 90കളിലൊക്കെ കെ കരുണാകരൻ ഗ്രൂപ്പിൻ്റെ ശക്തയായ വക്താവ് കൂടിയായിരുന്നു അവർ. 1991-96 കാലഘട്ടത്തിലെ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്തൊക്കെ കോൺഗ്രസിൽ ഇവർക്ക് വലിയ സ്വാധീനവും ഉണ്ടായിരുന്നു. കേരള നിയമസഭയിലേക്ക് 3 വട്ടമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് ശോഭന ജോർജ് എത്തിയത്. 1991-ലും 96-ലും 2001-ലുമാണ് തുടർച്ചയായി 3 വട്ടം ഇവർ ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിച്ച് MLA ആയി നിയമസഭയിൽ എത്തിയത്. പിന്നീട് 2006-ൽ PC വിഷ്ണുനാഥിനെ മത്സരിപ്പിച്ചുകൊണ്ടാണ് ശോഭന ജോർജിനെ പാർട്ടി പാർലമെൻ്ററി രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. ഇത് കൃത്യമായ ചില വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. 2002-ൽ AK ആൻ്റണി മന്ത്രിസഭയുടെ കാലത്ത് KV തോമസ് എന്ന അന്നത്തെ മന്ത്രിസഭയിലെ ടൂറിസം മന്ത്രിക്കെതിരെ ഒരു വ്യാജരേഖ, അതായത് ഒരു വ്യാജ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തതിൻ്റെ പേരിൽ ശോഭന ജോർജും അവരുടെ PAയും ഇന്ന് ജനൻ TVയുടെ പ്രധാനപ്പെട്ട വാർത്താമുഖമായിട്ടുള്ള, അന്ന് സൂര്യ TVയുടെ റിപ്പോർട്ടറായിട്ടുള്ള അനിൽ നമ്പ്യാർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ കേസിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ഇരയായി ശോഭന ജോർജ് മാറി എന്ന ഹൈക്കോടതി കണ്ടെത്തലിനെ തുടർന്നാണ് ഇവർ കുറ്റവിമുക്തയായത്. ഏതൊക്കെയാണെങ്കിലും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിലെത്തിയപ്പോൾ ശോഭന ജോർജിനെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായതും വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കരുണാകരൻ ഗ്രൂപ്പിൻ്റെ വക്താവായി നിലയുറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് അതിപ്രസരത്തിന് കുടപിടിച്ച ശോഭന ജോർജ് പതിയെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങൾക്കാണ് 2001-ന് ശേഷം നാം സാക്ഷ്യം വഹിച്ചത്. 2006-ൽ PC വിഷ്ണുനാഥ് MLA ആകുകയും പിന്നീട് 2011-ൽ വീണ്ടും അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തനിക്കിനി വലിയ ഭാവിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ശോഭന ജോർജ് CPMലേക്ക് കണ്ണോടിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മുൻ മന്ത്രിയായിട്ടുള്ള, ഇപ്പോഴും ചെങ്ങന്നൂരിൻ്റെ MLA ആയിട്ടുള്ള സജി ചെറിയാൻ CPMൻ്റെ ആലപ്പുഴ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവായും ജില്ലാ സെക്രട്ടറിയായുമെല്ലാം ഉയർന്നു വരുന്നത്. സജി ചെറിയാൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെയാണ് ശോഭന ജോർജ് CPM പാളയത്തിലേക്ക് എത്തുന്നതും അവർക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി മാറുവാൻ ശ്രമം നടത്തിയത്. ഈ ശ്രമങ്ങളൊന്നും വലിയ രീതിയിൽ വിജയം കണ്ടില്ല എങ്കിലും, സഖാക്കൾക്കിടയിൽ ശോഭനയ്ക്ക് വലിയ സ്വാധീനം ചെലുത്തുവാനായില്ല എങ്കിലും, സജി ചെറിയാൻ ശോഭന ജോർജിനെ ചേർത്ത് നിർത്തുകയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തിയപ്പോൾ, പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിലെത്തിയപ്പോൾ അവർക്ക് നിർണായക പദവികളിൽ നിയമനം നൽകുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഖാദി ബോർഡ് ചെയർപേഴ്സണായിട്ടാണ് ശോഭന ജോർജിനെ അവരോധിച്ചത്. പിണറായി സ്തുതികൾ കൊണ്ടും പിണറായിയുടെ പേരിൽ ഷർട്ടും മുണ്ടും ഇറക്കിയും ഖാദി ബോർഡിനെ ഉപയോഗിച്ചും പാർട്ടിക്കുള്ളിൽ തൻ്റെ നേതാക്കളുടെ പ്രീതി പിടിച്ചു പറ്റുവാനുള്ള ശ്രമങ്ങൾ ശോഭന ജോർജ് തുടർന്നുകൊണ്ടേയിരുന്നു. ഏതൊക്കെയാണെങ്കിലും 2026-ലെ തിരഞ്ഞെടുപ്പിൽ സജി ചെറിയാനു വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പണിയെടുത്ത ശോഭന ജോർജ് ഇടതുപക്ഷത്തിന് കനത്ത പരാജയമുണ്ടായതോടുകൂടി തൻ്റെ രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിച്ചു എന്ന കൃത്യമായ തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയെ വഞ്ചിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച ശോഭന ജോർജിനിപ്പോൾ പൊതുജന മധ്യത്തിൽ ഇറങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രസക്തിയും സാമൂഹിക പ്രസക്തിയും നിലനിർത്തുവാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ശോഭന ജോർജിനെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിക്കുവാൻ നിർബന്ധിതയായതോടെ, രാഷ്ട്രീയത്തിൽ വലിയ സ്കോപ്പില്ല എന്ന് മനസ്സിലായതോടെ ശോഭന ജോർജ് ഇപ്പോൾ പുതിയൊരു മേഖലയിലേക്കാണ് ചുവട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുൻ വനിതാ MLAക്ക്, ശക്തയായ നേതാവിന് ചുവടുമാറി CPMൽ ഉണ്ടായപ്പോൾ ഉണ്ടായിരിക്കുന്ന അധപതനത്തിൻ്റെ ആധിക്യം കണ്ട് ഈ വീഡിയോകൾ കാണുന്ന പ്രേക്ഷകരും അമ്പരക്കുകയാണ്. മീൻ വളർത്തൽ എന്ന പുതിയ മേഖലയിലൂടെയാണ് ജനമനസ്സുകളിലേക്ക് തിരികെ പിടിച്ചു കയറുവാൻ ശോഭന ജോർജ് ശ്രമിക്കുന്നത്. ഇവർ വളർത്തുന്ന മീൻ ഏതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇവർ നിരവധി വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട്. ഏറെ കൗതുകകരമായ കാര്യമെന്ന് പറയുന്നത്, നാടൻ വരാലിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന ശോഭന ജോർജിനെയാണ് ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതൊക്കെയാണെങ്കിലും ശോഭന ജോർജ് ഈ അടുത്ത ദിവസങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള മീൻ വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പഴയ നമ്മളിപ്പോൾ ഇത്തിരി വരാലുകളെ കിട്ടാറില്ല, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ജീവനുള്ള പഴയ നാടൻ വരാലാണ്. ഇപ്പം ഈ വളർത്ത് വരാലിനെയൊക്കെ അല്ലേ എല്ലാരും കണ്ടിട്ടുള്ളൂ, ഈ വരാലിനെ കണ്ടിട്ടില്ലല്ലോ. ഇത് കൂട് വെച്ചപ്പോ കൂടിനകത്ത് കയറിയതാണ്. ഇതിനെ ഇനിയിപ്പോ കുളത്തിലിടുമ്പോ ഈ വരാല് ഭയങ്കരമായിട്ട് വലുതാവും അല്ലേ.
നല്ലതായിട്ട് ഇത് വലുതാവും. ആ ഞങ്ങളൊരു കൂട് മേടിച്ചു. ആ കൂട്ടിന്റെ അകത്ത് കിട്ടിയതാണ് ഈ വരാല്. എന്ന് ബന്ധുക്കളാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. തമ്മില് ഭയങ്കര സ്നേഹമാണ്. ആ ഇതിനെ ഞങ്ങള് വളർത്താനായിട്ടാണ്. അപ്പൊ കണ്ടോ, ഇനിയിപ്പോ നാടൻ വരാലിനെ കണ്ടില്ലെന്ന് പറയല്ലേ. കാരിയെയും വരാലിനെയും കണ്ടോ? ഇവിടുത്തെ തോട്ടിൽ നിന്ന് പിടിച്ച വരാൽ ഓടി ഓടി ജീവനും കൊണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു കാലഘട്ടത്തില് നമ്മൾ ഈ മീനൊക്കെയായിരുന്നു നമ്മുടെ പ്രധാന ഭക്ഷണം. ഇത് കൂടല്ല, ഇങ്ങനെ കൂട് വെച്ച് പിടിക്കുന്ന. അതുകൊണ്ടാണ് ഒരു പരിക്കും ഏക്കാത്തതാണ് ഈ മീനുകളൊക്കെ. സത്യം പറഞ്ഞാല് ഇതിനെ കൊന്ന് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ എന്നാലും കഴിക്കാതെ രക്ഷയില്ലല്ലോ. കണ്ടല്ലോ, ഇനിയും ജീവനുള്ള കാരിയെയും വരാലിനെയും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ്, കണ്ടോ? ഇങ്ങനെ വേണം വരാലിനെ പിടിക്കാൻ, അല്ലെങ്കിൽ തെന്നിപ്പോ. അടുത്ത വരാലിനെ പിടിക്കാൻ പോവാണ്. തൻ്റെ നാടകീയമായിട്ടുള്ള എന്താ പറയുക, വളരെ കൃത്രിമമായിട്ടുള്ള സംസാര ശൈലിയിൽ നാടൻ വരാലുകളെ പ്രേക്ഷകർക്കായി അല്ലെങ്കിൽ അണികൾക്കായി പരിചയപ്പെടുത്തുന്ന ശോഭന ജോർജിനെ കാണുമ്പോൾ അവരുടെ പഴയകാല പ്രതാപവുമായി ഈ ഒരു ദൃശ്യങ്ങൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അവരുടെ ശത്രുക്കൾക്ക് പോലും അവരോട് സഹതാപം തോന്നുവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഗതികേടിലാണ് ശോഭന ജോർജ് എന്ന മുൻ വനിതാ MLA എന്ന കാര്യത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് ഒരു തർക്കവും ഉണ്ടാവില്ല. ഞാൻ സാമ്പത്തികമായിട്ടുള്ള ഒരു ദുരവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, നേരെ മറിച്ച് സാമൂഹികമായി അവർക്കുണ്ടായിട്ടുള്ള ഒരു അപ്രസക്തിയെക്കുറിച്ചാണ്. സമൂഹത്തിൽ അത്രമാത്രം പ്രസക്തിയില്ലാത്ത ഒരു വ്യക്തിത്വമായി, രാഷ്ട്രീയത്തിൽ തീരെ സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിത്വമായി, അധികാരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടിച്ചേർന്നുകൊണ്ട് തന്നെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തൊരു വ്യക്തിത്വമായി ഇന്ന് ശോഭന ജോർജ് അറിയപ്പെടുകയും കേരള രാഷ്ട്രീയത്തിൻ്റെ പുറമ്പോക്കിൽ നിന്നും പുറത്തേക്ക് ചവിട്ടി എറിയപ്പെടുകയും ചെയ്തു എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് തീർച്ചയായും ബോധ്യമാകും. ഇവിടെ അവരുടെ മറ്റു ചില ചിത്രങ്ങളും ഈ വീഡിയോയോടൊപ്പം ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചുവന്ന സാരി എറിഞ്ഞ് ചെങ്കൊടി ഏന്തിക്കൊണ്ട് കൃത്രിമ മുഖഭാവങ്ങളോടെ CPM-ന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ച ശോഭന ജോർജിന് എന്ത് പറഞ്ഞായിരിക്കും ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയുക? ഇത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഓരോ രാഷ്ട്രീയ നേതാവിനുമുള്ള കൃത്യമായിട്ടുള്ള ഒരു മാതൃകയും മുന്നറിയിപ്പുമാണ്. തങ്ങളെ വളർത്തി വലുതാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കേവലമായ സ്ഥാനമോഹങ്ങളുടെ പേരിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പാളയത്തിൽ ചുവടുറപ്പിക്കുമ്പോൾ തങ്ങൾക്ക് സംഭവിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള അപച്യുതി, ജനങ്ങൾ തങ്ങൾക്ക് നൽകുന്ന വിലയിലുണ്ടാകുന്ന ഒരു ഇടിവ് എത്രയാണെന്ന് തിരിച്ചറിയുവാൻ ഈ നേതാക്കൾക്കൊക്കെ സാധിക്കണം. ശോഭന ജോർജിന് സമാനമായിട്ടുള്ള ദുരവസ്ഥയുണ്ടായിട്ടുള്ള മറ്റൊരു വനിതാ നേതാവാണ് ലതിക സുഭാഷ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയത് തനിക്ക് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ലതിക സുഭാഷ് KPCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുവാനായി തലമുണ്ടനം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. തുടർന്ന് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായി ഇവർ മത്സരിക്കുക വഴി കോൺഗ്രസിന് വലിയ വിജയസാധ്യതയുണ്ടായിരുന്ന, UDFന് വലിയ വിജയസാധ്യതയുണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോൾ അന്തരിച്ച യുവ നേതാവായ പ്രിൻസ് ലൂക്കോസ് പരാജയപ്പെടുകയും VN വാസവൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. VN വാസവൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് എത്രമാത്രം ദുരന്തങ്ങൾ ഉണ്ടാക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ്. ഏതൊക്കെയാണെങ്കിലും ലതിക സുഭാഷും ശോഭന ജോർജുമെല്ലാം ചില ഓർമ്മപ്പെടുത്തലുകളാണ്.
പൊതുപ്രവർത്തകർക്കുള്ള മാതൃകായോഗ്യമായ ഓർമ്മപ്പെടുത്തലുകൾ. തങ്ങൾക്ക് ഒരവസരം നിഷേധിക്കപ്പെടുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ, കേവലമായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി കൂറ് തള്ളിപ്പറഞ്ഞുകൊണ്ട്, തങ്ങൾക്കിതുവരെയും പാർട്ടി നൽകിയ അവസരങ്ങളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയ പാർട്ടിയെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന് ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായ മറുപടി നൽകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ശോഭന ജോർജിൻ്റെ വരാൽ വളർത്തലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ദുരവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.